സാമ്പത്തിക ആവശ്യങ്ങൾ, ശുശ്രൂഷകന്മാർക്ക് പെട്ടെന്നൊരു രോഗം വന്നാൽ പ്രതിസന്ധി ഉണ്ട്, കഷ്ടതയുണ്ട്. അത് ഒരു ശാരീരികമായ ഒരു കഷ്ടത. ഒരു ദീർഘനിശ്വാസം വിടുന്നുണ്ട്. അപ്പോൾ തെറ്റിപ്പോയ 3000 മടങ്ങിപ്പോകും. അവസാനിപ്പിച്ചാൽ പൈസ പ്രശ്നമല്ല. ഓപ്ഷൻ ബി, ഡേവിഡ് ലിവിങ്സ്റ്റൺ. വിശ്വമാനവികതയെ മനുഷ്യത്വത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ സന്ദേശത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ അതുല്യ ഗ്രന്ഥം വിശുദ്ധ ബൈബിൾ. ബഥേൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ബാംഗ്ലൂർ അവതരിപ്പിക്കുന്ന ബൈബിൾ ബ്രെയിൻസിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. ബഥേൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ആൻഡ് എഡ്യൂക്കേഷണൽ ഗ്രൂപ്പ് ബാംഗ്ലൂർ, ബൈബിൾ ബ്രെയിൻസ്, പവർഡ് ബൈ ഗുഡ് ന്യൂസ് ലൈഫ്. At Bethel Medical Mission Hospital, every surgery is more than medicine. It's a mission of healing led by faith and expertise. ആരോഗ്യമേഖലയിൽ ഒരു മികച്ച കരിയറാണോ നിങ്ങളുടെ ലക്ഷ്യം? പഠിക്കുവാൻ ആഗ്രഹിച്ചിട്ടും നിങ്ങൾക്ക് സാധിക്കുന്നില്ലേ? എങ്കിലിതാ നിങ്ങളെ സഹായിക്കുവാൻ ബഥേൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ആൻഡ് ഹോസ്പിറ്റൽ എഡ്യൂക്കേഷണൽ ഗ്രൂപ്പ് നിങ്ങൾക്കൊപ്പം. ബഥേൽ മെഡിക്കൽ മിഷൻ നിങ്ങൾക്കായി ഒരുക്കുന്ന കോഴ്സുകൾ: ഫിസിയോതെറാപ്പി ഡോക്ടർ കോഴ്സ്, BSc ഇൻ നഴ്സിംഗ്, MSc ഇൻ നഴ്സിംഗ്, PBBSc, GNM, BSc OTT അനസ്തേഷ്യ +1, അതുപോലെ ഡിഗ്രി കോഴ്സുകൾ BBA, BCom, BCA എന്നിവയാണ്. ഒരു അധ്യയന വർഷം നഷ്ടപ്പെടാതിരിക്കാനുള്ള ഈ സുവർണ അവസരം നിങ്ങൾ പാഴാക്കാതെ നിങ്ങളുടെ ലക്ഷ്യം നേടൂ. അതിനായി നിങ്ങൾ താഴെ പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക: 8861517777. പ്രേക്ഷകർക്കും ബൈബിൾ ബ്രെയിൻസിന്റെ ഭാഗമാകാൻ ഇതാ ഒരവസരം. ഇന്ന് രാത്രി 8 മണിക്ക് സംപ്രേഷണം ചെയ്യുന്ന ബൈബിൾ ബ്രെയിൻസ് എപ്പിസോഡിന്റെ 3 സമയങ്ങളിലായി 3 സൂചനകൾ. ആദ്യം ശരിയുത്തരം അയക്കുന്ന വ്യക്തിക്ക് 1000 രൂപ വിലമതിക്കുന്ന സമ്മാനം. ചോദ്യങ്ങൾക്കായി കാത്തിരിക്കൂ, ഉത്തരങ്ങൾ അയക്കൂ, സമ്മാനങ്ങൾ നേടൂ. വിവാഹം അത് മാന്യവും വിശുദ്ധവുമാണ്, ദൈവവുമായുള്ള ഉടമ്പടിയും. തക്ക തുണ ദൈവം തരുന്ന സമ്മാനം. അത് ഗുഡ് ന്യൂസിലൂടെ ആവട്ടെ. ഓൺലൈൻ ഗുഡ് ന്യൂസ് മാട്രിമോണി. ബന്ധപ്പെടുക 9473737226 9400520909. ഗുഡ് ന്യൂസ് പെന്തക്കോസ്തിന്റെ മുഖശോഭ. ഇന്നത്തെ ഗുഡ് ന്യൂസ്, നാളത്തെ ചരിത്രം. ഓരോ ആഴ്ചയിലും ഗുഡ് ന്യൂസ് വാരിക, ഓരോ മിനിറ്റിലും ഓൺലൈൻ ഗുഡ് ന്യൂസ്, ഓരോ കാഴ്ചയിലും ഗുഡ് ന്യൂസ് ലൈവ്. വായിക്കുക, കേൾക്കുക, കാണുക. പെന്തക്കോസ്തിന്റെ ചരിത്രം വിരൽ തുമ്പിൽ. ബഥേൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ആൻഡ് എഡ്യൂക്കേഷണൽ ഗ്രൂപ്പ് ബാംഗ്ലൂർ, ബൈബിൾ ബ്രെയിൻസ്, പവർഡ് ബൈ ഗുഡ് ന്യൂസ് ലൈഫ്. കഴിഞ്ഞ ആഴ്ചയിലെ പ്രേക്ഷകർക്കായുള്ള ചോദ്യത്തിന് ശരി ഉത്തരം അബിഗയിൽ. കഴിഞ്ഞ ആഴ്ചയിലെ പ്രേക്ഷകർക്കായുള്ള ചോദ്യത്തിലെ വിജയി സിജി ജോർജ്, അയർലൻഡ്. ബൈബിൾ ബ്രെയിൻസിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ആരുമാകട്ടെ, ഏത് പ്രസ്ഥാനമോ ഏത് വിശ്വാസമോ ബൈബിൾ വായിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ മത്സരത്തിൽ ഉത്തരം നൽകാമെന്ന് ഉറപ്പുണ്ടെങ്കിൽ പങ്കെടുക്കാം. അതിനുവേണ്ടി ഈ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങളുടെ പേര്, വയസ്സ്, സ്ഥലം, നിങ്ങൾ ചേർന്ന് നിൽക്കുന്ന പ്രസ്ഥാനം അവയെല്ലാം രേഖപ്പെടുത്തി ഞങ്ങൾക്ക് അയക്കുക. നിങ്ങൾക്കും പങ്കെടുക്കാൻ ഇതാ സുവർണാവസരം. ബഥേൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ആൻഡ് എഡ്യൂക്കേഷണൽ ഗ്രൂപ്പ് ബാംഗ്ലൂർ, ബൈബിൾ ബ്രെയിൻസ്, പവർഡ് ബൈ ഗുഡ് ന്യൂസ് ലൈഫ്. പ്രവൃത്തിയല്ല, മനോഭാവമാണ് പുതിയ നിയമത്തിൽ ബൈബിൾ വീക്ഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കുന്നു എന്ന വാചകത്തിൻ്റെ ഘടനയല്ല. സഹോദരനെ കൊല്ലുന്നവനല്ല, സഹോദരനോട് കോപിക്കുന്നവനാണ് കൊലപാതകൻ. സ്ത്രീയോട് വ്യഭിചരിക്കുന്നവനല്ല, മോഹിക്കേണ്ടതിന് നോക്കുന്നവനാണ് ആ കർമ്മം ചെയ്തതിന് തുല്യമുള്ളത്. യേശുക്രിസ്തു പറയുന്നത് പ്രവൃത്തിയേക്കാൾ പ്രാധാന്യത മനോഭാവത്തിനാണ്. നന്നാകേണ്ടത് നമ്മുടെ പ്രവൃത്തിയിലുപരി നമ്മുടെ മനോഭാവം നന്നാകുമ്പോഴാണ് നമ്മുടെ പ്രവൃത്തിയും ശരിയായി വരുന്നത്. ബൈബിൾ ബ്രെയിൻസിൻ്റെ ഏറ്റവും പുതിയ ഒരു എപ്പിസോഡിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. നമ്മുടെ മനോഭാവം നന്നായിരിക്കട്ടെ, നല്ല രീതിയിൽ മുൻപോട്ട് പോകാൻ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്നത്തെ ഈ എപ്പിസോഡിൽ നമ്മോടൊപ്പമുള്ള അതിഥിയെ നമുക്ക് പരിചയപ്പെടാം. ഒരു കർത്താവിൻ്റെ ദാസൻ നമ്മോട് ചേർന്ന് വന്നിട്ടുണ്ട്. നമസ്കാരം.
ബൈബിൾ ബ്രെയിൻസിന്റെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം. എന്താണ് പാസ്റ്റർ പേര്? എൻ്റെ പേര് ഷൈൻ ചെറിയാൻ. ഷൈൻ ചെറിയൻ. പാസ്റ്റർ എവിടെയാണ് ദൈവവേല ചെയ്യുന്നത്? എവിടെ നിന്നാണ് വരുന്നത്? സ്വദേശം? എൻ്റെ സ്വദേശം പത്തനംതിട്ട ജില്ലയിൽ റാന്നി പെരുന്നാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞാനിപ്പോൾ IPC നേര്യമംഗലം സെന്ററിൽ കാളിയാർ എന്ന് പറയുന്ന സഭയുടെ പാസ്റ്ററാണ്. കാളിയാർ സഭയിൽ ശുശ്രൂഷിക്കുകയാണ്. എത്ര കാലമായി ഇടുക്കിയിലേക്ക് വന്നിട്ട്? ഇത് വന്നിട്ട് ഇപ്പോൾ 2 വർഷം കഴിഞ്ഞു. എങ്ങനെയുണ്ട് ഇടുക്കിയിലെ ആളുകളും ശുശ്രൂഷയൊക്കെ? റാന്നിയെ സംബന്ധിച്ച് എന്താ ഒരു വ്യത്യസ്തത പറയാനുള്ളത്? ജില്ല മാറുമ്പോൾ അതിൻ്റെതായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ടെങ്കിലും സന്തോഷമാണ്. കാലാവസ്ഥ റാന്നിയിലെ പോലെ ചൂടുള്ള ഒരു കാലാവസ്ഥയാണോ അതോ? ഏകദേശം വലിയ വ്യത്യാസങ്ങളില്ല. വ്യത്യാസമില്ല, സമാനതയുള്ളൊരു കാലാവസ്ഥയായി ഇവിടെ ഉള്ളത്. ഇപ്പൊ എന്തുകൊണ്ടാണ് ഈ ബൈബിൾ ക്വിസ് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ ഒരു താല്പര്യം ഉണ്ടായത്? എനിക്ക് ചെറുപ്പം മുതലേ ബൈബിൾ ക്വിസ് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ ഒരു ആഗ്രഹമുണ്ട്. ബൈബിൾ പഠിക്കാനൊരു താല്പര്യമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇതിനു മുമ്പ് ബൈബിൾ ക്വിസ് കോൺടെസ്റ്റിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ? ചിലതിനൊക്കെ വിജയമായിട്ടുണ്ടോ? ചുരുക്കം ചിലതിനൊക്കെ ചുരുക്കം ചിലതിനൊക്കെ വിജയമായിട്ടുണ്ട്. ആ ചുരുക്കത്തിനകത്ത് എന്തോ വലിപ്പം ഒളിപ്പിച്ചു വെച്ചതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്. നല്ല സമ്മാനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടോ മത്സരിച്ച്? ഒരിക്കല് ചെന്നൈയിലൊരു ബൈബിൾ ക്വിസിന് പോയിരുന്നു. ചെന്നൈയിലെ ബൈബിൾ ക്വിസിൽ? ഇവിടെയൊന്നുമല്ല, അത്രയും ദൂരെ സഞ്ചരിച്ച് ബൈബിൾ ക്വിസിൽ പങ്കെടുത്ത ഒരാളാണ്. അപ്പൊ ചോദ്യത്തിന് അടുപ്പം കൂട്ടണമെന്നാണ് ഉദ്ദേശിച്ചത്? അല്ല, അങ്ങനെ ഒരു ചാൻസ് വന്നപ്പോൾ ആഗ്രഹം കൊണ്ട് പോയതാ. ആഗ്രഹം കൊണ്ട് പോയതാ. അപ്പൊ ഞങ്ങളെ ചോദ്യം ഘടിപ്പിക്കണമായിരിക്കും അല്ലേ? സിമ്പിള് ചോദിച്ചാലും സിമ്പിള് ചോദിച്ചാൽ അല്ല, പാസ്റ്റർമാരോട് അല്പം ഘടിപ്പിക്കണമല്ലോ. സാധാരണ ഈ സുവിശേഷ വേലയിൽ നിൽക്കുന്നവരൊക്കെ മത്സരത്തിന് ഒരു ഭാഗത്തൊരു പേടി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇനി എങ്ങാനും തെറ്റിപ്പോയാൽ വിശ്വാസികളൊക്കെ കാണുന്നതാണ്. പാസ്റ്റർക്ക് തെറ്റിയാൽ അതെ അതെ, അതുകൊണ്ടാ സിമ്പിള് മതിയെന്ന് പറഞ്ഞു. അതുകൊണ്ടാ സിമ്പിള് മതിയെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു പേടിയുണ്ടോ? ഇല്ല, ചെറിയൊരു പേടിയുണ്ട്. നമുക്ക് മത്സരത്തിലേക്ക് കടക്കാം. മത്സരത്തിന്റെ നിബന്ധനകളെ കുറിച്ച് അറിയാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. 12 ചോദ്യങ്ങളാണ് നമ്മുടെ മുൻപിലുള്ളത്. 500 രൂപയിൽ തുടങ്ങി 10,000 രൂപയിൽ അവസാനിക്കുന്ന 12 ചോദ്യങ്ങൾ. ആദ്യത്തെ 4 ചോദ്യങ്ങൾ അവസാനിക്കുമ്പോൾ 1000 രൂപയുടെ സമ്മാനത്തിന് അർഹരാകും. 4 ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ, കൃത്യമായി ഉത്തരം പറഞ്ഞാൽ 1000 രൂപ സമ്മാനത്തിലേക്ക് എത്തും. രണ്ടാമത്തെ റൗണ്ടിൽ നമുക്ക് തിരഞ്ഞെടുക്കാം, പഴയ നിയമത്തിൽ നിന്ന് ചോദ്യങ്ങൾ വേണമോ പുതിയ നിയമത്തിൽ നിന്ന് ചോദ്യങ്ങൾ വേണമോ. മത്സരാർത്ഥി ഏത് തിരഞ്ഞെടുക്കുന്നു അതിൽ നിന്നായിരിക്കും ചോദ്യങ്ങൾ. ആ 2ാം റൗണ്ടിൽ പല ഓപ്ഷൻസ് ഉണ്ട്. അത് നമ്മൾ മത്സരം മുൻപോട്ട് പോകുമ്പോൾ വിശദീകരിക്കാം. 2ാം റൗണ്ടിലെ 4 ചോദ്യങ്ങൾ അവസാനിക്കുമ്പോൾ 3000 രൂപ സമ്മാനം സേഫ് സോണിൽ നമ്മൾ എത്തും. 3ാം റൗണ്ടിന് ശേഷം 3 ഓപ്ഷനാണ് നമുക്കുള്ളത്. ഒന്നുകിൽ ക്രൈസ്തവ ഗാനങ്ങൾ, അല്ലെങ്കിൽ ലോക മതങ്ങൾ, അല്ലെങ്കിൽ ക്രിസ്ത്യൻ മിഷൻസിനെ കുറിച്ചിട്ടുള്ള ചോദ്യങ്ങൾ. ഈ 3 ഓപ്ഷനാണ് നമ്മുടെ മുൻപിലുള്ളത്. അതിലേതെങ്കിലും ഒരെണ്ണം തിരഞ്ഞെടുക്കാം. അതിൽ നിന്നാണ് ചോദ്യങ്ങൾ. ആ 3 ചോദ്യങ്ങളും കൃത്യമായി ഉത്തരം പറഞ്ഞാൽ 6000 രൂപയുടെ ഒരു സേഫ് സോണിലെത്തും. പിന്നെ ഒടുവിൽ 12ാമത്തെ ചോദ്യം 10,000 രൂപയുടെ ചോദ്യമാണ്. കൃത്യമായിട്ട് അത് ശ്രദ്ധിച്ച് ഉത്തരം പറയാം. ഉത്തരം തെറ്റിപ്പോയാൽ 3000ത്തിലേക്ക് തിരികെ വരേണ്ടി വരും. ചോദ്യം കണ്ടതിന് ശേഷം ഞാൻ അറ്റൻഡ് ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചാലും 6000ത്തോടെ സമാധാനമായിട്ട് നമുക്ക് മടങ്ങിപ്പോകാം. നിബന്ധനയൊക്കെ മനസ്സിലായെന്ന് ഞാൻ കരുതുക. അപ്പൊ സന്തോഷത്തോടെ നമുക്ക് മത്സരത്തിലേക്ക് പോകാം. ഉറപ്പാണ്. അപ്പൊ ബൈബിൾ ബ്രെയിൻസിന്റെ ഈ എപ്പിസോഡിലെ 1ാമത്തെ റൗണ്ടിലെ ആദ്യ ചോദ്യം: ചുവപ്പ് ചരട് കെട്ടുക കൊണ്ട് രക്ഷപ്പെട്ടത് ആരുടെ ഭവനമാണ്? ഓപ്ഷൻ എ രാഹാബിന്റെ ഭവനം, ഓപ്ഷൻ ബി താമാർ, ഓപ്ഷൻ സി സബ്ദി, ഓപ്ഷൻ ഡി തബീദ. ഇതിൽ ആരുടെ ഭവനമാണ് ചുവപ്പ് ചരട് കെട്ടിയത് കൊണ്ട് രക്ഷപ്പെട്ടത്? 41 സെക്കൻഡ് ഇനി അവശേഷിക്കുന്നുണ്ട്. ശ്രദ്ധിച്ച് ഉത്തരം പറഞ്ഞാൽ മതി. ടൈമർ ശ്രദ്ധിച്ച് ഉത്തരം പറഞ്ഞാൽ. ആരുടെ ഭവനമാണ് ചുവപ്പ് ചരട് കെട്ടിയത് കൊണ്ട്? ചുവപ്പ് ചരട് ഇതെനിക്ക് തോന്നുന്നു ചരിത്ര സംഭവമാണ്. അതായത് ഇസ്രായേൽ മക്കൾ യുദ്ധം ചെയ്ത് മുൻപോട്ട് പോകുമ്പോൾ എരിഹോവിന്റെ സമീപത്തൊക്കെ സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഈ ചുവപ്പ് ചരട് കൊണ്ട് കെട്ടിയത്. രാഹാബ്. ഓപ്ഷൻ എ. ഉറപ്പിക്കാം. ഓപ്ഷൻ എ രാഹാബ്. ഉത്തരം ഉറപ്പിക്കുകയാണ്. ചെറിയൊരു ആശങ്ക ആ ചോദ്യത്തിനകത്തുണ്ടായിരുന്നു. ആശങ്കയില്ലാതില്ല. ചുവപ്പ് ചരട് കെട്ടിയത് കൊണ്ട് രക്ഷപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ
അത് പെട്ടെന്ന് മനസ്സിനകത്തേക്ക് ഒരു ചോദ്യം വരാൻ സാധ്യതയുണ്ട്. പക്ഷെ ആ ചുവപ്പ് ചരട് ഞാൻ പ്രസംഗങ്ങൾ കേട്ടിട്ടുള്ളത്, ശ്രദ്ധിച്ചിട്ടുള്ളത്, വിശുദ്ധ ബൈബിളിൽ ഉൽപ്പത്തി പുസ്തകം മുതൽ ഇങ്ങനെ നീട്ടിപ്പിടിച്ചൊരു ചുവപ്പ് ചരട് കാണാമെന്നാണ് പറയുന്നത്. ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെക്കുറിച്ച് ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് വരെ അതിന്റെ ദർശനങ്ങളുണ്ട്. 33:15 തുടങ്ങുന്ന സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും, അവനവന്റെ കുതികാൽ തകർക്കും എന്ന് പറയുന്നിടത്ത് മുതൽ ക്രൂശീകരണത്തിന്റെ ഒരു ദർശനം ആരംഭിക്കുന്നുണ്ട്. അപ്പോ ഈ ചുവപ്പ് ചരട് കെട്ടി രക്ഷപ്പെട്ടതും ആ ചരട് മറ്റൊരു നിറമാകാതെ ചുവപ്പ് ചരട് തന്നെ ആകുമ്പോൾ ഒരുപക്ഷെ ആ കർത്താവ് ചൊരിഞ്ഞ രക്തവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു കാര്യമാണെന്ന് ഏകദേശം നമുക്ക് ഉറപ്പിക്കാം. അപ്പം ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. നമുക്ക് പരിശോധിക്കാം. ടെൻഷനിലല്ലോ ഒന്നാമത്തെ ഉത്തരം ശരിയാണോ എന്ന്. ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ എ, രാഹാബ്. ഉത്തരം ശരിയാണോ? രാഹാബാണ് ചുവപ്പ് ചരട് കൊണ്ട് കെട്ടി. അത് ഒറ്റുകാർ എരിഹോ കോട്ട ആ ദേശം നോക്കാൻ പോകുമ്പോൾ അവരെ ഒളിച്ച് പാർപ്പിച്ചത് രാഹാബാണ്. ഒളിച്ച് പാർപ്പിച്ചപ്പോൾ എരിഹോവിനെതിരെ യുദ്ധം ചെയ്യുമ്പോൾ പട്ടണത്തിന്റെ മതിൽമേലുള്ള രാഹാബിന്റെ വീടിനൊരു അടയാളം അവർ പറഞ്ഞിരുന്നു, ചുവപ്പ് ചരട് കെട്ടിയാൽ നിന്റെ വീട് ആക്രമിക്കപ്പെടില്ല. അങ്ങനെ രാഹാബ് രക്ഷപ്പെട്ടതാണ്. ഒന്നാമത്തെ ചോദ്യത്തിന് പാസ്റ്റർ പറഞ്ഞിരിക്കുന്ന ഉത്തരം വളരെ ശരിയാണ്. 500 രൂപ ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞ് സമ്മാനമായി ലഭിച്ചിട്ടുണ്ട്. നമുക്കിനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 600 രൂപയുടെ രണ്ടാമത്തെ ചോദ്യം. ഇതാ അവൻ നിന്റെ കയ്യിലിരിക്കുന്നു, അവന്റെ പ്രാണനെ മാത്രം തൊടരുത്. ആരെ കുറിച്ചാണ് യഹോവ ഇത് പറയുന്നത്? ഓപ്ഷൻ എ, ദാവീദിനെ കുറിച്ച്. ഓപ്ഷൻ ബി, യാക്കോബിനെ കുറിച്ച്. ഓപ്ഷൻ സി, ഇയ്യോബിനെ കുറിച്ച്. ഓപ്ഷൻ ഡി, മോശയെ കുറിച്ച്. ആരെ കുറിച്ചാണ് പറഞ്ഞത് അവന്റെ പ്രാണനെ മാത്രം തൊടരുത്? ഓപ്ഷൻ സി, ഇയ്യോബ്. ഓപ്ഷൻ സി, ഇയ്യോബ് ഉറപ്പിക്കുകയാണ്. ദാവീദിലോ യാക്കോബിലോ മോശയിലോ ഒന്നും സംശയമില്ലല്ലോ. മോശയുടെ ജീവിതകാലമൊക്കെ പരിശോധിക്കുമ്പോൾ സംശയമൊന്നും തന്നെ ഇല്ല. ഓപ്ഷൻ സി, ഇയ്യോബ് ഉത്തരം നമുക്ക് ഉറപ്പിക്കാം. ഈ ഇയ്യോബിനെ കുറിച്ച് ആ ഉത്തരം തിരഞ്ഞെടുത്തത് കൊണ്ട് തന്നെ ദൈവം ജീവിതത്തിൽ അനുവദിക്കുന്ന കഷ്ടതകളുണ്ട് എന്ന് നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. ഇയ്യോബ് തന്നെ പറയുന്നത് സ്ത്രീ പ്രസവിച്ച മനുഷ്യൻ കഷ്ടസമ്പൂർണൻ എന്ന് ഇയ്യോബ് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ കഷ്ടതകൾ ഉണ്ടാകും. അപ്പൊ കഷ്ടതകൾക്ക് എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു പ്രവണത എല്ലാ കഷ്ടതകളും പിശാചിന്റെ മേൽ അടിച്ചേൽപ്പിക്കുന്ന, അപ്പം അതിനു വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയും അതിനു വേണ്ടിയിട്ടുള്ള വിടുതലിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം എന്ന് പറഞ്ഞ പൈശാചികമായ പ്രതിസന്ധികൾ വരില്ലെന്ന് അർത്ഥമാക്കുന്നില്ല. എന്നാലും അങ്ങനെ കഷ്ടതകൾ ഉണ്ടാകാറുണ്ട്. പ്രത്യേകിച്ച് സുവിശേഷ വേലയിൽ കർത്താവിന്റെ ദാസം തുടരുമ്പോൾ ഇങ്ങനെ ഏതെങ്കിലും പ്രതിസന്ധിയിലൂടെ കടന്നു പോകേണ്ട സാഹചര്യം സുവിശേഷ വേലയിൽ ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായും. എങ്ങനത്തെ ഒരു സാഹചര്യമാണ് ഉണ്ടായത്? പറയാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ മറ്റൊരാൾക്ക് പ്രചോദനമാകുന്നെങ്കിൽ കർത്താവിന്റെ ദാസന് ഷെയർ ചെയ്യാം. കഷ്ടത എന്ന് പറയുമ്പോൾ അത് സുവിശേഷവേലയിൽ ഇരിക്കുമ്പോൾ പല രീതിയിൽ നമുക്ക് നേരിടേണ്ടി വരാറുണ്ട്. പല രീതിയിൽ അത് നമുക്ക് ശാരീരിക പ്രയാസങ്ങൾ നേരിടാറുണ്ട്. ഈ കഴിഞ്ഞ റീസെൻ്റായിട്ട് ഒരു 2 മാസങ്ങൾക്ക് മുൻപ് എനിക്കിതുപോലെ ശരീരത്തിൻ്റെ വയറിൻ്റെ അടിഭാഗത്തൊരു മുഴ വരികയുണ്ടായി. മുഴ വന്നു. ഞാൻ ആദ്യം അത് കാര്യമാക്കിയില്ല, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, ആരോടും പറയാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അത് ഞാൻ കുറച്ച് വെയിറ്റൊക്കെ എടുത്ത സമയത്ത് ഞാൻ ഈ സുവിശേഷ പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ സൗണ്ട് സിസ്റ്റം വർക്ക് ചെയ്യാറൊക്കെ ഈ ബോക്സൊക്കെ എടുത്ത് തന്നെയൊക്കെ പൊക്കിക്കാണ്ടായിരിക്കാം ആ മുഴ വലുതായി വന്നു. അപ്പോൾ ഞാനിത് ഡോക്ടറെ കൺസൾട്ട് ചെയ്തു. അത് ഹെർണിയയുടെ ഒരു പ്രയാസമായിരുന്നു. എനിക്കതിനെപ്പറ്റി അറിയത്തില്ലായിരുന്നു. അത് സർജറി ചെയ്യേണ്ടി വന്നു. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഹോസ്പിറ്റലിലൊന്നും അധികമായിട്ട് അഡ്മിറ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയല്ല. അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് കേൾക്കുമ്പോഴേ ഒരു ഭയമാണ് എനിക്ക്. ജീവിതത്തിൽ അങ്ങനെ ഈ പ്രായത്തിനിടയ്ക്ക് അങ്ങനെ രോഗങ്ങളൊന്നും ദൈവകൃപയാൽ വന്നിട്ടില്ല. അപ്പം പെട്ടെന്നൊരു ബുദ്ധിമുട്ട് വന്നപ്പോൾ ഒരു ഭയവും, പിന്നെ അതിന് സർജറി ചെയ്യേണ്ട സാമ്പത്തിക ആവശ്യങ്ങൾ, ശുശ്രൂഷകന്മാർക്ക് പെട്ടെന്നൊരു രോഗം വന്നാൽ പ്രതിസന്ധി ഉണ്ട്, കഷ്ടതയുണ്ട്.
അത് ഒരു ശാരീരികമായ ഒരു കഷ്ടത, അതുപോലെ തന്നെ പല രീതിയിലുള്ള കഷ്ടതകൾ വന്നിട്ടുണ്ട്. ദൈവം ഇതിന്റെ നടുവിൽ പിടിച്ചു നിൽക്കാൻ ഒരു കൃപ തന്നു, ധൈര്യപ്പെടുത്തി മുമ്പോട്ട് കൊണ്ടു. അതെ, ദൈവം നമുക്ക് അതിജീവനത്തിന്റെ ഒരു ദൈവകൃപ ശുശ്രൂഷയിൽ നൽകുന്നത് കൊണ്ട് മാത്രമാണ് നമ്മൾ എപ്പോഴും നിലനിൽക്കുന്നത്. നമുക്ക് ഈ രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം കർത്താവിന്റെ ദാസൻ പറഞ്ഞത് ശരിയാണോ എന്ന് പരിശോധിക്കാം. ഓപ്ഷൻ സി ഇയ്യോബ് ഉത്തരം ശരിയാണോ? ഓപ്ഷൻ സി ഇയ്യോബ് ഉത്തരം വളരെ ശരിയാണ്. 500-ൽ നിന്ന് സമ്മാനത്തുക 600-ലെത്തിയിട്ടുണ്ട്. നമ്മൾ തമ്മിൽ ചോദിക്കുകയും സംസാരിക്കുകയും ചെയ്യുമ്പോൾ തന്നെ ഇതിൽ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു ഓപ്ഷൻ ഉണ്ട്. അവരോടുകൂടെ ഒന്ന് സംസാരിച്ചിട്ട് നമുക്ക് മത്സരത്തിലേക്ക് മടങ്ങി വരും. ഇനി പ്രേക്ഷകർക്കായിട്ടുള്ള ചോദ്യമാണ്. നിങ്ങളുടെ ചോദ്യം നിങ്ങളുടെ ഉത്തരത്തിലേക്ക് നയിക്കുന്ന 3 സൂചനകളാണ് തരുന്നത്. അത് ഈ എപ്പിസോഡിന്റെ വ്യത്യസ്ത സമയങ്ങളിൽ തരും. ഏത് സൂചനയിൽ നിങ്ങൾക്ക് ഉത്തരം ലഭിക്കുന്നോ അപ്പോൾ തന്നെ ഈ ചാനലിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അവിടെ നിങ്ങൾക്ക് ഉത്തരം സമർപ്പിക്കാവുന്നതാണ്. കഴിഞ്ഞ എപ്പിസോഡിലെ വിജയികളെ നിങ്ങൾക്കറിയാം. അതുകൊണ്ട് സൂചനകൾ ഈ എപ്പിസോഡിൽ മുഴുവൻ ശ്രദ്ധിക്കുക. ഇതാ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചോദ്യത്തിന്റെ ഒന്നാമത്തെ സൂചന. പ്രേക്ഷകർക്കായുള്ള ചോദ്യത്തിന്റെ ഒന്നാം സൂചന. ബൈബിളിൽ പറയപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു സംഖ്യയായ എന്നെ ഉൽപ്പത്തിയിൽ തുടങ്ങി വെളിപ്പാട് വരെ പല സന്ദർഭങ്ങളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട്. Bethel Medical Mission Hospital and Educational Group, Bangalore, Bible Brains, powered by Good News Live. അപ്പോൾ നമുക്ക് മത്സരത്തിൽ തുടരാം. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കടന്നു പോകാം. ആദ്യത്തെ റൗണ്ടിലെ മൂന്നാമത്തെ ചോദ്യം. അപ്പനെ കൂലിക്കാരോടൊപ്പം പടകിൽ വിട്ട് യേശുവിനെ അനുഗമിച്ചത് ആര്? ഓപ്ഷൻ എ ഫിലിപ്പോസ്, ഓപ്ഷൻ ബി സെബദിപുത്രന്മാർ, ഓപ്ഷൻ സി യൂദ, ഓപ്ഷൻ ഡി മത്തായി. ഇതിൽ ആരാണ് അപ്പനെ കൂലിക്കാരോടൊപ്പം പടകിൽ വിട്ട് യേശുവിനെ അനുഗമിച്ചത്? ഓപ്ഷൻ ബി സെബദിപുത്രന്മാർ. ഓപ്ഷൻ ബി സെബദിപുത്രന്മാർ ഉറപ്പിക്കാം. ഓപ്ഷൻ ബി സെബദിപുത്രന്മാർ ഉത്തരം ഉറപ്പിക്കാം. കാരണം ഈ ഉത്തരം വേഗത്തിൽ പറയാൻ കാരണമുണ്ട്. മത്തായി ചുങ്കക്കാരനാണ്. യൂദ ഈ കൂട്ടത്തിൽപ്പെട്ട ആളുമല്ല. ഈ കൂട്ടത്തിൽപ്പെട്ട ആളെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത് യൂദ അങ്ങനെ മത്സ്യബന്ധനം നടത്തിയിരുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഫിലിപ്പോസിനെ സംബന്ധിച്ചും അങ്ങനെ ഒരു പശ്ചാത്തലമില്ല. അപ്പൊ ഈ ഉത്തരത്തിലേക്ക് എത്താൻ വളരെ ലളിതമായിരുന്നു ഞാൻ ചിന്തിക്കാം. നമുക്ക് പരിശോധിക്കാം. ഓപ്ഷൻ ബി സെബദിപുത്രന്മാർ ഉത്തരം ശരിയാണ്. ഓപ്ഷൻ ബി സെബദിപുത്രന്മാർ ഉത്തരം വളരെ ശരിയാണ്. 600-ൽ നിന്ന് 800 രൂപയായി സമ്മാനത്തുക ഉയർന്നിട്ടുണ്ട്. അടുത്ത ചോദ്യത്തിനോട് ഉത്തരം പറഞ്ഞാൽ സമ്മാനത്തുക 1000 രൂപയിലേക്ക് എത്തും. 1000 രൂപയിലെത്തിയാൽ അതൊരു സേഫ് സോണാണ്. സമാധാനത്തോടെ മടങ്ങി പോകാനുള്ള തുക അവിടെ ഉണ്ടാകും. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഒന്നാമത്തെ റൗണ്ടിലെ 4ാമത്തെ ചോദ്യം. തല ക്ഷൗരം ചെയ്തതായി പറയപ്പെടുന്ന വ്യക്തി ഇവരിൽ ആരാണ്? ഓപ്ഷൻ എ പത്രോസ്, ഓപ്ഷൻ ബി പൗലോസ്, ഓപ്ഷൻ സി ശീലാസ്, ഓപ്ഷൻ ഡി ബർന്നബാസ്. ഇവരിൽ ആരാണ് തല ക്ഷൗരം ചെയ്തതായി പറയപ്പെടുന്ന വ്യക്തി? ചിന്തിച്ച് പറഞ്ഞാൽ മതി. ഇതിൽ തല ക്ഷൗരം ചെയ്തതായിട്ട് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് എനിക്ക് ഓപ്ഷൻ ബി പൗലോസ്. ഓപ്ഷൻ ബി പൗലോസ് ഉറപ്പിക്കുകയാണ്. സംശയമൊന്നുമില്ല. അപ്പോൾ ഓപ്ഷൻ ബി പൗലോസ് ഉത്തരം നമുക്ക് ഉറപ്പിക്കാം. പൗലോസിനെ കുറിച്ച് പറയാൻ കാരണം മറ്റാരും തല ക്ഷൗരം ചെയ്യുന്നില്ലെന്നാണോ? എല്ലാവരും യഹൂദ ആചാരം സംബന്ധിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരുന്നുണ്ടായിരുന്നു. എടുത്തു പറഞ്ഞിരിക്കുന്നത് പൗലോസിനെ കുറിച്ചാണ്. അതെനിക്ക് തോന്നുന്നു തൻ്റെ സുവിശേഷ പര്യടനത്തിൽ വന്നപ്പോൾ താൻ യഹൂദന്മാർക്ക് കൃത്യം ഓപ്പോസിറ്റ് ആണെന്ന് അവർ മനസ്സിലാക്കുകയും ജെറുസലേമിൽ വരുമ്പോൾ യഹൂദ കമ്മ്യൂണിറ്റി മുഴുവൻ പൗലോസിനെതിരായി വരുന്നൊരു ഘട്ടത്തിൽ ആ യഹൂദിയ കമ്മ്യൂണിറ്റിയെ ഒന്ന് ശാന്തമാക്കേണ്ടതിന് വേണ്ടി മാത്രം പൗലോസ്ലീഹയും കൂടെ ഉള്ളവരും തല ക്ഷൗരം ചെയ്ത യഹൂദ ആ വരുന്ന മോബിനെ ഒന്ന് ശാന്തമാക്കിയതാണ്. അപ്പൊ നമുക്ക് പരിശോധിക്കാം. 4ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ബി പൗലോസ് ആണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത്. ഉത്തരം ശരിയാണോ? ഓപ്ഷൻ ബി പൗലോസ് ഉത്തരം വളരെ ശരിയാണ്. അപ്പോൾ
1000 രൂപ സമ്മാനമായി ലഭിച്ച് ഒന്നാമത്തെ ഒരു സേഫ് സോണിൽ എത്തിയിരിക്കുകയാണ്. ഇനി തിരിച്ച് കാളിയാറ് വരെ പോകാനുള്ള ഇന്ധനത്തിലുള്ള തുക നിശ്ചയമായിട്ടും ആയിട്ടുണ്ട്. ഇനിയൊരു ഇപ്പോൾ ഒരു ചെറിയ ആശ്വാസം തോന്നുന്നുണ്ടോ? ഒരു സമാധാനം തോന്നുന്നുണ്ട്. ഇനി മുമ്പിലേക്ക് മത്സരിക്കുമ്പോൾ ഉള്ളൊരു പ്രത്യേകത, അടുത്ത റൗണ്ടിൽ ഒരു ചോദ്യത്തിൽ ആശങ്ക തോന്നിയാൽ അതിന് ഉത്തരം പറയണമെന്ന് നിർബന്ധമില്ല. വേണമെങ്കിൽ അവിടെ അവസാനിപ്പിക്കാം. ഞാൻ അറ്റൻഡ് ചെയ്യുന്നില്ല, ഞാൻ അവസാനിപ്പിക്കുകയാണെന്ന് പറഞ്ഞാൽ ഏത് തുകയിലാണോ അവസാനിക്കുന്നത് ആ തുക കിട്ടും. അടുത്ത ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ 1500 രൂപയാണ് സമ്മാനമായി ലഭിക്കുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകുമ്പോൾ അടുത്ത ചോദ്യത്തിന്റെ ഉത്തരത്തിൽ ഒരു ആശങ്കയുണ്ട്. ഇനി വേണ്ട, ഒന്ന് പരിശോധിച്ച് നോക്കാം എന്ന് കരുതി തെറ്റിപ്പോയാൽ പുറത്തു പോകും. അപ്പൊ പിന്നെ എന്ത് ചെയ്യാം? ആശങ്ക ഉണ്ടെങ്കിൽ ഞാൻ അവിടെ അവസാനിപ്പിക്കുകയാണെന്ന് പറഞ്ഞാൽ 1500 രൂപ സമ്മാന തുകയായിട്ട് മടങ്ങിപ്പോകാം. അതിനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പൊ രണ്ടാമത്തെ റൗണ്ടിലേക്ക് വരുമ്പോൾ 2 ഓപ്ഷനാണുള്ളത്. പഴയ നിയമത്തിൽ നിന്ന് ചോദ്യങ്ങൾ വേണമോ, പുതിയ നിയമത്തിൽ നിന്ന് ചോദ്യങ്ങൾ വേണമോ? ഏതാണ് തിരഞ്ഞെടുക്കുന്നത്? പുതിയ നിയമം. എന്തുകൊണ്ടാണ് പുതിയ നിയമം? ഞാൻ എല്ലാവരോടും നിരന്തരമായി ചോദിക്കും, എന്തുകൊണ്ട് പഴയ നിയമം തിരഞ്ഞെടുക്കുന്നില്ല, പുതിയ നിയമം തിരഞ്ഞെടുക്കും? പഴയ നിയമത്തില് ഒന്നാമത് കൂടുതൽ പുസ്തകങ്ങൾ ഉള്ളത് കൊണ്ടും അതിലെല്ലാം ഒരു ഗാഠമായ അറിവ് നമുക്ക് ഇല്ലാത്തത് കൊണ്ടും, അതുമാത്രമല്ല ഞങ്ങൾ സഭാ ശുശ്രൂഷയില് ഞാൻ കൂടുതലും സങ്കീർത്തനം ഒഴിച്ചാൽ പുതിയ നിയമമാണ് കൂടുതലും ശുശ്രൂഷിക്കുന്നത്. പാസ്റ്ററാണ് ഇവിടെ സത്യസന്ധമായിട്ട് ഉത്തരം പറഞ്ഞു ഒരേ ഒരാൾ. കാരണം ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞത്, പാസ്റ്റർ ഇപ്പോൾ ഉള്ള കാര്യം പറഞ്ഞു, പഴയ നിയമത്തിന് പുസ്തകം കൂടുതലാണ്, സങ്കീർണമായ ആശയങ്ങളാണ്, മുഴുവൻ കടന്നു പോകാൻ പറ്റില്ല. ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ പുതിയ നിയമമാണല്ലോ നമുക്ക് വേണ്ടത്, അപ്പൊ അതുകൊണ്ട് പുതിയ നിയമത്തിൽ നിന്ന് മതി എന്ന് തീരുമാനിച്ചതാണെന്ന്. എന്നാലും സത്യസന്ധമായ ഉത്തരം പറഞ്ഞതിൽ വളരെ സന്തോഷം. അപ്പൊ പുതിയ നിയമത്തിലെ ഒന്നാമത്തെ ചോദ്യം, രണ്ടാമത്തെ റൗണ്ടിലെ ആദ്യ ചോദ്യം, നീതിമാനാകൊണ്ട് ഭാര്യയെ ഗൂഢമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചത് ആരാണ്? ഓപ്ഷൻ എ സെക്കരിയാവ്, ഓപ്ഷൻ ബി യോസഫ്, ഓപ്ഷൻ സി പീലാത്തോസ്, ഓപ്ഷൻ ഡി അനന്യാസ്. ഇതിൽ ആരാണ് നീതിമാനാകൊണ്ട് ഭാര്യയെ ഗൂഢമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചത്? ഓപ്ഷൻ ബി യോസെഫ്. ഓപ്ഷൻ ബി യോസെഫ്, സംശയമൊന്നുമില്ല. ഓപ്ഷൻ ബി യോസെഫ് ഉത്തരം നമുക്ക് ഉറപ്പിക്കാം. ഏത് യോസഫാണെന്ന് അറിയാമോ? ഏത് സാഹചര്യത്തിലാണിത് ചെയ്തതെന്ന് അറിയാമോ? അതെ, മറിയയുടെ ഭർത്താവായ യോസെഫാണ്. യേശുക്രിസ്തുവിന്റെ വളർത്തച്ഛൻ യോസെഫാണ്. മറിയ ഗർഭവതിയായി എന്ന് പറഞ്ഞപ്പോൾ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. പക്ഷേ യോസഫിന്റെ ആ സമയത്ത് മാനസികാവസ്ഥ സമ്മതിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ എപ്പോഴും യോസഫിന്റെ സ്ഥാനത്ത് എന്നെ നിർത്തി ചിന്തിക്കാറുണ്ട് കേട്ടോ. നമുക്ക് വിവാഹ നിശ്ചയം ചെയ്തു വെച്ച ഒരു കന്യയെ കുറിച്ച് ചിന്തിക്കാൻ വേണ്ടി പറയാ. ഒരാൾ വന്ന് നമ്മുടെ അടുത്ത് പറയാ, ഇത് പരിശുദ്ധാത്മാവിനാൽ സംഭവിച്ചത്, അതുകൊണ്ട് ഇത് ഏറ്റെടുക്കണമെന്ന് പറഞ്ഞാൽ നമുക്കുണ്ടാകുന്ന മാനസികാവസ്ഥ ചിന്തിച്ചിട്ടുണ്ടോ? അപ്പൊ ഇവിടെ യോസേഫിനെ കുറിച്ച് ഉറപ്പായിട്ടും ഞാൻ എൻ്റെ സ്ഥാനത്ത് യോസേഫിനെ നിർത്തി ചിന്തിച്ചിട്ടുണ്ട്. ഒരിക്കലും ഏറ്റെടുക്കാൻ നമ്മളെ സംബന്ധിച്ച് ഈ സമൂഹത്തിൽ ഏറ്റെടുക്കാൻ കഴിയാത്ത വലിയൊരു കാര്യമാണ്. കാരണം മറ്റൊരാളാൽ ഇത് ഒരിക്കലും സംഭവിക്കത്തില്ലെന്ന് വിചാരിക്കുന്ന ആളുകളാണ്. ആ അത്ഭുതം നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാൽ ഇത് പരിശുദ്ധാത്മാവിനാൽ ആരെങ്കിലും അങ്ങനെങ്ങാനും പറഞ്ഞാൽ മിക്കവാറും നമ്മൾ നല്ല രീതിയിൽ കൈവപ്പ് ശുശ്രൂഷ നൽകി മടക്കി അയക്കാനാണ് സാധ്യത. സത്യമല്ലേ ഞാൻ പറയുന്നത്? അപ്പൊ യോസെഫിന്റെ ഈ ഒരു സമർപ്പണം ദൈവം അവനോട് പറയുമ്പോ, മറിയ ആ ചെറുപ്രായത്തിൽ 14-ാമത്തെ വയസ്സിൽ അസാധാരണമായ സമർപ്പണം, ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ ഹിതം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന്, അതിനേക്കാൾ ഉദാത്തമാണ് യോസേഫ് ചെയ്ത ഈ സമർപ്പണം. ഒരു പുരുഷന്റെ ഭാഗത്ത്, ഒരു പുരുഷന്റെ മാനസിക നിലയിൽ നിന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ആ മനുഷ്യൻ ചെയ്ത ആ പ്രവൃത്തി, ആ ദൈവനിയോഗത്തിന് മുൻപിലുള്ള തൻ്റെ കീഴടങ്ങൽ, അത് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിൽ അപ്പുറമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പൊ നമുക്ക് പരിശോധിക്കാം. 5-ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ബി യോസഫ് ഉത്തരം ശരിയാണോ? ഓപ്ഷൻ ബി യോസഫ് ഉത്തരം വളരെ ശരിയാണ്. 1000 രൂപയിൽ നിന്ന് 1500 രൂപയിലേക്ക് സമ്മാനത്തുക ഉയർന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ മുമ്പിലേക്ക് പോകുമ്പോൾ ആ കാര്യങ്ങൾ കൂടെ പരിഗണിച്ച് മത്സരിക്കുക. ഈ 2-ാമത്തെ റൗണ്ടിലെ 2-ാമത്തെ ചോദ്യം, ദൈവത്തിന് മഹത്വം കൊടുക്കായികയാൽ കൃമിക്കിരയായി പ്രാണനെ വിട്ട ഭരണാധികാരി ആര്? ഓപ്ഷൻ എ ഹെരോദാവ്, ഓപ്ഷൻ ബി ഫെലിക്സ്, ഓപ്ഷൻ സി അഗ്രിപ്പ രാജാവ്,
ഓപ്ഷൻ ഡി ഫെസ്തോസ്. ഓപ്ഷൻ എ ഹെരോദാവ്. ഓപ്ഷൻ എ ഹെരോദാവ് ഉറപ്പിക്കാം. ഓപ്ഷൻ എ ഹെരോദാവ് ഉത്തരം നമുക്ക് ഉറപ്പിക്കാം. ഈ ഭാഗത്തെ കുറിച്ചൊക്കെ അറിയാമല്ലോ. പ്രത്യേകിച്ച് ഇപ്പൊ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്രൈസ്തവ പീഡനം നടക്കുന്നൊരു കാലമാണ്. ആ ക്രൈസ്തവ പീഡനം, എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു പീഡനം നടക്കണമെങ്കിൽ ഇതൊരു ബഹുസ്വരതയുള്ള ഒരു മതേതര രാഷ്ട്രമായതുകൊണ്ട് ഒരു പക്ഷേ ആ മതേതര രാഷ്ട്രത്തിൽ ഭരണകൂടത്തിന് ഇടപെടാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിച്ചുകൂടാ. പ്രത്യേകിച്ച് ഈ ഹെരോദാവിന്റെ കാലത്തും ഹെരോദാവ് സഭയെ പീഡിപ്പിക്കേണ്ടതിന് വേണ്ടി, യഹൂദന്മാരെ പ്രസാദിപ്പിക്കേണ്ടതിന് വേണ്ടിയിട്ടാണ്. അത് വചനം കൃത്യമായി പറയുന്നുണ്ട്, യാക്കോബിനെ വാൾകൊണ്ട് കൊന്നത് യഹൂദന്മാർക്ക് പ്രസാദമായി എന്ന് കണ്ടപ്പോൾ അവൻ പത്രോസിനെയും പിടിച്ചു. അപ്പൊ ഇങ്ങനെയുള്ള അക്രമ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ അതിനെതിരെ നിശ്ചയമായിട്ടും ബഹുസ്വരതയുള്ള മതേതര മൂല്യമുള്ള നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന അങ്ങനെയാണ് പറയുന്നത്. ഭരണാധികാരികൾ നിശ്ചയമായും അതിനെതിരെ നിലകൊള്ളേണ്ടതാണ്. പക്ഷേ നമ്മുടെ രാജ്യത്തിൽ, നമ്മുടെ സമൂഹത്തിന് സംഭവിക്കുന്നത് ഈ അരക്ഷിതാവസ്ഥ നിശ്ചയമായിട്ടും അപലപനീയമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ചെയ്തിട്ടുള്ള ഒരു രാജാവിന് സംഭവിച്ച, അല്ലെങ്കിൽ ഭരണകൂടത്തിന് സംഭവിച്ച കാര്യമാണ് ഇവിടെ വചനം വെളിപ്പെടുത്തുന്നത്. ജീവനോടിരിക്കെ, മരിച്ചു കൃമ പിടിച്ചതല്ല. ഇപ്പോൾ ദൈവസഭയെ ഉപദ്രവിക്കുമ്പോൾ, ഞാനൊരു റിട്ടാലിയേഷൻ പറയുകയല്ല, പക്ഷെ ദൈവസഭയെ ഉപദ്രവിക്കുമ്പോൾ നമ്മുടെ ഒരു പ്രതികരണത്തിനപ്പുറം ഞാൻ എപ്പോഴും എൻ്റെ മാനസികമായ നിലപാട്, ദൈവമാണ് സഭയുടെ ഉത്തരവാദി, ദൈവമാണ് സഭയുടെ ഉടയവൻ. ഞാൻ പ്രതികരിക്കുന്നതിനേക്കാൾ വലുത് ദൈവം എനിക്ക് വേണ്ടി പറയുമ്പോഴാണ്, ദൈവം എനിക്ക് വേണ്ടി മറുപടി പറയുമ്പോൾ. ഈ ഘട്ടം ദൈവസഭയ്ക്ക് വേണ്ടി മറുപടി പറഞ്ഞൊരു ഘട്ടം കൂടെയാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നത്. അപ്പൊ നമുക്ക് ഈ 6ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം പരിശോധിക്കാം. ഓപ്ഷൻ എ ഹെരോദാവ് ഉത്തരം ശരിയാണോ? ഓപ്ഷൻ എ ഹെരോദാവ് ഉത്തരം വളരെ ശരിയാണ്. 2000 രൂപയുടെ സമ്മാനത്തിലേക്ക് കർത്താവിന്റെ ദാസൻ എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടുള്ള സൂചനയ്ക്ക് വേണ്ടി നിങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണെന്നറിയാം. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള 2ാമത്തെ സൂചന ഇതാണ്. പ്രേക്ഷകർക്കായുള്ള ചോദ്യത്തിന്റെ 2ാം സൂചന, മോശ, ഏലിയാവ് തുടങ്ങിയ പഴയ നിയമ പ്രവാചകന്മാരോടുള്ള ബന്ധത്തിലും വെളിപ്പാട് പുസ്തകത്തിലൂടെയും ഞാൻ നിങ്ങളുടെ മനസ്സിൽ ഇടം പിടിച്ചിട്ടുണ്ട്. Bethel Medical Mission Hospital and Educational Group, Bangalore, Bible Brains, powered by Good News Live. ഇപ്പോൾ നമുക്ക് മുമ്പിലേക്ക് പോകാം. ഇപ്പോൾ ഒരു കോൺഫിഡൻസ് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആ പ്രഥമ ഒരു എപ്പിസോഡിന് ശേഷം വീണ്ടും 3000 രൂപ സമ്മാനത്തിലേക്ക് എത്താൻ പോകുന്ന ഒരു ഭാഗ്യശാലി ഷൈജു ചെറിയൻ പാസ്റ്ററാണെന്ന് ഞാൻ വിചാരിക്കുകയാണ്. മുൻപോട്ട് പോകാം. അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ? ക്വസ്റ്റ്യൻ ലളിതമാകാതിരിക്കട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. നമുക്ക് മുന്നോട്ട് പോകാം. ഈ 2ാമത്തെ റൗണ്ടിലെ 3ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തത് ഏത്? ഓപ്ഷൻ എ എഫത, തുറന്നു വരിക. ഓപ്ഷൻ ബി ഗോൽഗോത്ത, തലയോടിടം. ഓപ്ഷൻ സി രോധ, പേടമാൻ. ഓപ്ഷൻ ഡി അക്കൽദാമ, രക്തനിലം. ഇവയിൽ ശരിയല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ സി രോധ, പേടമാൻ. ഓപ്ഷൻ സി രോധ, പേടമാൻ. ഈ സമയത്തൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഈ 7-8 ചോദ്യങ്ങൾക്ക് സമയമെടുക്കാം. ടൈമർ ശ്രദ്ധിക്കേണ്ട. ആശയക്കുഴപ്പങ്ങൾ ഉണ്ടെങ്കിൽ സമയമെടുത്ത് ചിന്തിക്കാം. ഓപ്ഷൻ സി ലോക്ക് ചെയ്യാമല്ലോ. ഓപ്ഷൻ സി രോധ, പേടമാൻ എന്ന ഉത്തരം ഉറപ്പിക്കുകയാണ്. അപ്പൊ രോധയുടെ അർത്ഥം പേടമാൻ അല്ല, ആ പേര് മാറിയിട്ടുണ്ടെന്നാണോ? അതെ, തബീതയാണ് പേടമാൻ. രോധ പേടമാൻ അല്ല. അത് കൃത്യമായിട്ട് ആ കാര്യങ്ങളെ കുറിച്ച് ബോധ്യമുള്ളത് കൊണ്ടും അതുകൊണ്ട് ബാക്കിയെല്ലാം ശരിയാകണമെന്നുണ്ടോ? ബാക്കിയെല്ലാം ശരിയാണ്. ഉറപ്പാണ്. അപ്പം ഈ ചോദ്യം ഉറപ്പിച്ച് മുന്നോട്ട് പോകുന്നു. അപ്പൊ നമുക്ക് പരിശോധിക്കാം. ഈ 7ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ സി രോധ, പേടമാൻ. ഈ ഉത്തരം ശരിയാണോ? ഓപ്ഷൻ സി രോധ, പേടമാനാണ് തെറ്റായിട്ടുള്ള അർത്ഥം. ഉത്തരം വളരെ ശരിയാണ്. അങ്ങനെ ഈ റൗണ്ടിൽ 2500 രൂപ സമ്മാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അടുത്തത് ഈ റൗണ്ടിലെ അവസാനത്തെ ചോദ്യമാണ്. എന്തെങ്കിലും ആശങ്കയുണ്ടെങ്കിൽ ഗൗരവമായിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കാവുന്നതാണ്. ചിന്തിച്ച് ആലോചിച്ച് ഉത്തരം പറയാം. അല്ലെങ്കിൽ അവിടെ ക്വിറ്റ് ചെയ്താൽ ഇപ്പോൾ അവസാനിച്ച 2500 രൂപ
സമ്മാനമായിട്ട് ലഭിക്കുന്നതാണ്. വളരെ ചിന്തിച്ച് ഉത്തരം പറയുക. രണ്ടാമത്തെ റൗണ്ടിലെ അവസാനത്തെ ചോദ്യം: കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രമാകുന്നത് ഇവരിൽ ആരാണെന്നാണ് എബ്രായ ലേഖനത്തിൽ പറയുന്നത്? ഓപ്ഷൻ എ, കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുന്നവർ. ഓപ്ഷൻ ബി, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നവർ. ഓപ്ഷൻ സി, പരിശുദ്ധനും നീതിമാനുമായവനെ തള്ളിപ്പറയുന്നവർ. ഓപ്ഷൻ ഡി, മേൽ പറഞ്ഞവ പ്രവർത്തിക്കുന്നവർ എല്ലാം. ഇവയിൽ ആരാണ് കഠിനമായ ശിക്ഷയ്ക്ക് പാത്രമാകുന്നത്? സമയമെടുക്കാം, ടൈമർ ശ്രദ്ധിക്കേണ്ട. ആശയക്കുഴപ്പമുണ്ടെങ്കിൽ മത്സരം അവസാനിപ്പിക്കാം. സമയമെടുത്ത് ആലോചിക്കുക. കഠിനമേറിയ ശിക്ഷ ആരാണവര്? അവസാനിപ്പിക്കുവാണോ? ഓപ്ഷൻ എ, കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുന്നവർ. ഓപ്ഷൻ എ, കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുന്നവർ. ഉറപ്പിക്കുകയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നവരല്ല. ഓപ്ഷൻ സി പരിശോധിച്ചായിരുന്നു. പരിശുദ്ധനും നീതിമാനുമായവനെ തള്ളിപ്പറയുന്നവർ അല്ല. അല്ല. ഓപ്ഷൻ എ ഉറപ്പിക്കാം. ഓപ്ഷൻ എ, കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുന്നവർ. ഉത്തരം ഉറപ്പിക്കുകയാണ്. കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രമാകുന്നു. ഇത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, ബൈബിളെ അനുഗമിക്കുന്ന എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുന്നവർ കഠിനമായ, നമുക്ക് എന്ന് കരുതി വിമർശനങ്ങൾ അനുവദനീയമല്ല എന്നല്ല, വിമർശിക്കണം. പക്ഷേ വിവേചന ബുദ്ധി ഉള്ളവർ വേണം വിമർശിക്കാൻ. ഈ വാളെടുത്തവനെല്ലാം വെളിച്ചപ്പാടെന്ന് പറയുന്ന പോലെ എല്ലാവരും വിമർശിക്കുന്ന അത്ര യോഗ്യമായിട്ടുള്ള കാര്യമല്ല. വിവേചനപരമുള്ള ആളുകൾ വിമർശിക്കുമ്പോഴാണ് ആ വിമർശനം യാഥാർത്ഥ്യമാകുന്നത്. തന്നെയല്ല, നമ്മുടെ ഇടയിൽ നടക്കുന്നത് ഡിസ്ട്രക്റ്റീവ് ക്രിറ്റിസിസമാണ്. എന്ന് പറഞ്ഞാൽ തകർത്ത് കളയാനുള്ള കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം നമ്മുടെ ഇടയിൽ ഇല്ല. ഒരു മനുഷ്യനെ വളർത്തിയെടുക്കണമെന്ന് കരുതി ആ നിലയിൽ വിമർശിക്കുന്നവരില്ല. ഒരു അവസരം കിട്ടിയാൽ എങ്ങനെയും വലിച്ചു താഴെ ഇടണം എന്ന് പറയും. ഇന്നലെ എൻ്റെ ഒരു സുഹൃത്ത് ഒരു വാട്സപ്പ് സ്റ്റാറ്റസ് ഇട്ടിരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. അപ്പോൾ ഈ പിന്നിൽ നിന്ന് കുത്തിയവർ തന്നെയാണ്, ഈ പുട്ടിനെ കുറിച്ചാണ് പറയുന്നത്, പിന്നിൽ നിന്ന് കുത്തിയവർ തന്നെയാണ് ഉടഞ്ഞു പോകാതിരിക്കാൻ ഈ ഇലയ്ക്കകത്ത് പ്രത്യേകം വെച്ചത്. അവർ തന്നെയാണ് പിന്നെ ഉടച്ചത്. പുട്ടിനെ കുറിച്ച് പറഞ്ഞത്. അപ്പം ഒരു വശത്തു കൂടെ സഹായിക്കുന്നുണ്ടെങ്കിൽ കൂടെ മറുവശത്തു കൂടെ പിന്നെ ഉടയ്ക്കുമെന്ന് ചിന്തിച്ചോണം നമ്മൾ. അപ്പോൾ എട്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുന്നവർ എന്നാണ് നൽകിയിരിക്കുന്നത്. ഓപ്ഷൻ എ, കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുന്നവർ. ഉത്തരം ശരിയാണോ? ഓപ്ഷൻ എ, ഉത്തരം വളരെ ശരിയാണ്. ഒരു ദീർഘനിശ്വാസം വിടുന്നുണ്ട്. അപ്പോൾ 3000 രൂപ സമ്മാനമായിട്ട് ലഭിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇന്ധനത്തുകയിൽ അധികം വന്നിട്ടുണ്ട് മടങ്ങി പോകാൻ. അപ്പോൾ എനിക്ക് തോന്നുന്നു ബൈബിൾ ബ്രെയിൻസ് ആരംഭിച്ചതിന് ശേഷം 3000 രൂപ സമ്മാനത്തിലെത്തുന്ന രണ്ടാമത്തെ മത്സരാർത്ഥി. ഇതിനു മുൻപും ആദ്യ എപ്പിസോഡിൽ മത്സരിച്ച ഒരു സുവിശേഷകനാണ് 3000 രൂപ സമ്മാനത്തിലെത്തി. രണ്ടാമത് 3000 രൂപ സമ്മാനത്തിലെത്തുന്നത് ഷൈൻ ചെറിയൻ പാസ്റ്ററാണ്. അപ്പോൾ മുമ്പിലേക്ക് നമുക്ക് പോകാം. ഇനി ആശങ്കകളൊന്നുമില്ല, നല്ലൊരു തുകയിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ മത്സരിച്ചത് ഏതായാലും നന്നായി എന്ന് തോന്നുന്നുണ്ടോ? അതെ, തീർച്ചയായും മത്സരിച്ചത് നന്നായി. ഇത് നമ്മൾ നിശ്ചയമായിട്ടും വിചാരിക്കുന്നത് ഈ പ്രോത്സാഹനം കൊടുക്കുന്നത് അധികം ആളുകൾ ബൈബിൾ വായിക്കട്ടെ, അധികം ആളുകൾ ബൈബിളിന്റെ പരിജ്ഞാനത്തിലേക്ക് വരട്ടെ. അത് ഒരു സമൂഹത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. ക്രൈസ്തവനെന്നോ ഹൈന്ദവനെന്നോ ആരായാലും ബൈബിൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വരാം, മത്സരിക്കാം, സമ്മാനങ്ങൾ നേടാം. എല്ലാവരും ബൈബിൾ വായിക്കാൻ. അതോടൊപ്പം ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ. എനിക്ക് ബൈബിള് ഞാൻ വായിച്ചു തുടങ്ങിയത് വിശ്വാസത്തിലേക്ക് വന്ന ആ സമയങ്ങളിലാണ് കൂടുതലായിട്ട്. ഒരു 5, 6, 7 ഞങ്ങൾ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞാൻ കുടുംബമായിട്ട് ഞങ്ങൾ വിശ്വാസത്തിൽ വരുന്നത്. അപ്പോൾ ഒരു 5, 6, 7 ക്ലാസ്സുകളിൽ, ചെറിയ ക്ലാസ്സൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നന്നായി ബൈബിൾ വായിക്കുമായിരുന്നു. ഇപ്പോൾ അത്രത്തോളം ആ രീതിയിൽ വായിക്കുന്നില്ല. അതാ ഇപ്പോൾ നമ്മൾ മെസ്സേജ് കണ്ടെത്താനും അതുപോലെ തന്നെ പ്രസംഗത്തിനുള്ള വിഷയങ്ങൾ ആ ഒരു രീതിയിലാണ്. എന്നാൽ ആ ചെറുപ്പ സമയത്തിൽ ഞാൻ പഠിച്ചതാണ് ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഇരിക്കുന്നത്. ഇരിക്കുന്നത്. അപ്പോൾ ആ പ്രായത്തിൽ വായിക്കുന്നതാണ് കുറച്ചുകൂടെ
നല്ലത്. അവരെ കുട്ടികളോട് ബൈബിൾ പ്രോത്സാഹിപ്പിക്കുകയാണ്. വായിക്കണമെന്നാണ് പറയുന്നത്. തീർച്ചയായും. ബൈബിൾ വായിക്കണം, നിങ്ങളുടെ മനസ്സിൽ ആ വചനങ്ങൾ ഇരിക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് മൂന്നാമത്തെ റൗണ്ടിലേക്ക് കടന്നു പോകാം. അപ്പൊ മൂന്നാമത്തെ റൗണ്ട് 3 ഓപ്ഷനാണ് നമ്മുടെ മുൻപിലുള്ളത്. 1 ലോക മതങ്ങളിൽ നിന്നുള്ള ചോദ്യം, 2 മിഷണറി ചരിത്രത്തിൽ നിന്നുള്ള ചോദ്യം, 3 ക്രൈസ്തവ ഗാനങ്ങളിൽ നിന്നുള്ള ചോദ്യം. ഇതിലേതാണ് തിരഞ്ഞെടുക്കുന്നത്? മിഷണറീസ് ആണ് തിരഞ്ഞെടുക്കുന്നത്. എന്തുകൊണ്ട് മിഷണറീസ് തിരഞ്ഞെടുക്കുന്നു എന്നൊരു ചോദ്യം വരും. കൂടുതലും എൻ്റെ ബൈബിൾ പഠനവും പാസ്റ്റേഴ്സ് ജീവിതവുമായിട്ടുള്ള ബന്ധത്തിൽ കൂടുതലും മിഷണറീസുമായിട്ടാണ് കൂടുതൽ. ഇത് രണ്ടും ആവശ്യമാണ്, 3 അത്യാവശ്യമാണെങ്കിലും മിഷണറീസ് ആണ് ഞാൻ കൂടുതലും ശ്രദ്ധിച്ചിട്ടുള്ളത്. ഒരു മിഷൻ ചലഞ്ച് ഒക്കെ നടത്തണമെങ്കിൽ ഒരു മിഷണറിയുടെ ചരിത്രമെങ്കിലും അറിയണമല്ലേ? തീർച്ചയായും. അപ്പൊ നമുക്ക് ആ ചോദ്യത്തിലേക്ക് കടന്നു പോകാം. മൂന്നാമത്തെ റൗണ്ടിലെ ആദ്യത്തെ ചോദ്യം, പണ്ഡിത രമാഭായി അശരണർക്ക് വേണ്ടി ആരംഭിച്ച പ്രസ്ഥാനം ഏതാണ്? ഓപ്ഷൻ എ മുക്തി മിഷൻ, ഓപ്ഷൻ ബി ജീവൻ മിഷൻ, ഓപ്ഷൻ സി ജീസസ് മിഷൻ, ഓപ്ഷൻ ഡി മോക്ഷ മിഷൻ. ഇതിലേതാണ് പണ്ഡിത രമാഭായി ആരംഭിച്ച പ്രസ്ഥാനം? ഓപ്ഷൻ എ മുക്തി മിഷൻ. ഓപ്ഷൻ എ മുക്തി മിഷൻ. സംശയം ഒന്നും തന്നെ ഇല്ല. ഓപ്ഷൻ എ മുക്തി മിഷൻ ഉത്തരം നമുക്ക് ഉറപ്പിക്കാം. പണ്ഡിത രമാഭായി ഇന്ത്യൻ ഉണർവിന്റെ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു ഏടാണ്. നമ്മള് ടൊപ്പേക്ക കൻസസിലെ ഉണർവിനെ പറ്റി പറയുമ്പോൾ തന്നെ നമുക്കൊരു ഇൻഡിജിനസ് നമ്മുടേതായ ഒരു ഉണർവുണ്ടായിട്ടുണ്ട്. അത് പൂനെയിൽ പണ്ഡിത രമാഭായിയുടെ മുക്തി മിഷനിൽ സംഭവിച്ച ഉണർവാണ്. എനിക്ക് തോന്നുന്നു 1905 1905 തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. മുക്തി മിഷനിൽ അന്ന് അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആ കെട്ടിടം നിന്ന് കത്തുന്നതായിട്ട് കരുതി വെളിയിൽ നിന്നിരുന്ന ആളുകളെല്ലാം ബഹളം വെച്ചിരുന്നു എന്നതാണ് ആ ചരിത്രം പറയുന്നത്. അത്രമേൽ തീവ്രമായി ദൈവാത്മാവിന്റെ സാന്നിധ്യം ഇറങ്ങി വന്ന ഒരു സമയം ഭാരതത്തിന്റെ ചരിത്രത്തിൽ പണ്ഡിത രമാഭായിയെ സംബന്ധിച്ച്, അദ്ദേഹം നേതൃത്വം കൊടുത്ത പ്രസ്ഥാനത്തെ സംബന്ധിച്ചുണ്ടായിട്ടുണ്ട്. ഞാനും ഒരു സുവിശേഷകൻ എന്ന നിലയിൽ ആഗ്രഹിക്കുന്നത് ദൈവ അടയാളങ്ങളോടുകൂടെ പ്രവർത്തിക്കുന്ന ഒരു പുതിയ കാലം ഉണ്ടാകട്ടെ. പ്രത്യേകിച്ച് ഈ കാലത്ത് ഈ മൈത്രേയനും വൈശാഖൻ തമ്പിയും ഒക്കെ പുതിയൊരു ട്രെൻഡ് സെറ്റേഴ്സ് ആയിട്ട് നിൽക്കുമ്പോൾ ഒരു അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളാലും വചനങ്ങൾ ഉറപ്പിച്ചു വന്നതുപോലെ അങ്ങനെ ഒരു കാലഘട്ടമാണ് ഇനി നമുക്ക് വേണ്ടത്. അപ്പൊ നമ്മുടെ പ്രാർത്ഥനയിലും കണ്ണുനീരിലും എല്ലാം ഉണ്ടാകേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ പ്രസംഗിക്കുന്ന വചനത്തെ ഉറപ്പിക്കേണ്ട ദൈവമാണ്. നമ്മുടെ ഗിമ്മിക്സ് കൊണ്ട് ഉറപ്പിക്കുകയല്ല, ദൈവം ഉറപ്പിക്കുന്നൊരു കാലം ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അപ്പൊ നമുക്ക് പരിശോധിക്കാം. 9ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ എ മുക്തി മിഷൻ. ഉത്തരം ശരിയാണോ? ഓപ്ഷൻ എ മുക്തി മിഷൻ ഉത്തരം ശരിയാണ്. 4000 രൂപ സമ്മാന തുകയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഓരോ ഓപ്ഷനിലും മത്സരം അവസാനിപ്പിക്കാം. ആശങ്കയുണ്ടെങ്കിൽ മത്സരം അവസാനിപ്പിക്കാം, ആ തുകയായിട്ട് മടങ്ങി പോകാവുന്നതാണ്. ശ്രദ്ധിക്കാം. ഈ 3ാമത്തെ റൗണ്ടിലെ 2ാമത്തെ ചോദ്യം, ചൈനയിലേക്ക് പോകുവാൻ ഹഡ്സൺ ടൈലർ പഠിച്ച ജോലി എന്താണ്? ഓപ്ഷൻ എ അച്ചടി വിദ്യ, ഓപ്ഷൻ ബി വൈദ്യ ശുശ്രൂഷ, ഓപ്ഷൻ സി വസ്ത്രനിർമ്മാണം, ഓപ്ഷൻ ഡി ടീച്ചിങ്. ഇതിലേതാണ് ചൈനയിലേക്ക് പോകുവാൻ ഹഡ്സൺ പഠിച്ച ജോലി? ഓപ്ഷൻ ബി വൈദ്യ ശുശ്രൂഷ. ഓപ്ഷൻ ബി വൈദ്യ ശുശ്രൂഷ. സംശയമൊന്നും തന്നെ ഇല്ല. വസ്ത്രനിർമ്മാണം ഏതായാലും പ്രത്യേകിച്ച് ആ കാലഘട്ടത്തിൽ ചെയ്യാൻ പറ്റില്ല എന്ന് കൃത്യമായിട്ട് ഉറപ്പുണ്ടല്ലേ? ഓക്കെ, ഓപ്ഷൻ ബി വൈദ്യ ശുശ്രൂഷ ഉത്തരം ഉറപ്പിക്കുന്നു. അതൊരു ചലഞ്ചിങ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. പ്രത്യേകിച്ച് ഭാരതത്തിൽ വന്ന മിഷണറിമാരെ അഭിനന്ദിക്കേണ്ടതാണ്. വില്യങ്കേറിയെ പോലുള്ള ആളുകൾ ചെരുപ്പൂത്തിയൊക്കെ ആയിരുന്നിട്ട് അവരുടെ ധനസമാഹരണമൊക്കെ ഉപയോഗിച്ച് അത് ഒരിക്കലും കണ്ടിട്ടില്ലാത്ത, ഒരു പരിചയമില്ലാത്ത ആളുകൾക്ക് വേണ്ടി അവരുടെ ലൈഫിനെ അവർ സാക്രിഫൈസ് ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മളോടുള്ള സ്നേഹമല്ല, ദൈവത്തോടുള്ള ഒരു പരമാർത്ഥതയും വിശ്വസ്തയും സ്നേഹമാണ്. കാരണം നമ്മുടെ സമൂഹം അത്രത്തോളം അധപ്പതിച്ചതായിരുന്നു, അത്രത്തോളം മോശമായിരുന്നു, നമ്മുടെ ആളുകൾ അത്രത്തോളം കഷ്ടതയിലൂടെ കടന്നുപോയിരുന്നു. അപ്പോൾ ആ ക്രൂശിലെ സ്നേഹം പകരുകയാണ് ചെയ്തത്. ഇപ്പം സുവിശേഷ വേലയിൽ എന്നെ സംബന്ധിച്ച് അങ്ങനെ ഒരു ഘട്ടമൊന്നും എനിക്കുണ്ടായതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അവരുമൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യാൻ മാത്രമുള്ള ഒരു യോഗ്യത ഉണ്ടായിട്ടില്ല. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ
ഒറ്റ വാക്കിനകത്ത് ഒതുക്കണം കൃപ, നിശ്ചയമായിട്ട് ഒതുക്കണം. അപ്പം നമുക്ക് ഇതുപോലെയുള്ള ചരിത്രങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് നമുക്ക് മുൻപുള്ളവർ എത്രത്തോളം ത്യാഗം ചെയ്തു, നമ്മൾ അതിനേക്കാൾ അധികം ചെയ്യണമെന്നുള്ളതാണ്. അപ്പോ നമുക്ക് ഉത്തരം പരിശോധിക്കാം. 10ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി, വൈദ്യ ശുശ്രൂഷ. ഉത്തരം ശരിയാണോ? ഓപ്ഷൻ ബി, വൈദ്യ ശുശ്രൂഷ. ഉത്തരം വളരെ ശരിയാണ്. അപ്പോൾ 5000 രൂപ സമ്മാനത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. 5000 രൂപ മതിയും തോന്നുന്നുണ്ടോ? നമ്മളെ സംബന്ധിച്ചിടത്തോളം എത്ര തുക കിട്ടിയാലും മതിയാകയില്ല എന്നൊരു കൺസെപ്റ്റാണ്. എല്ലാം മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് 5000 കിട്ടുമ്പോൾ 10,000ന്റെ ആവശ്യങ്ങൾ കിടക്കുകയാണ്. അങ്ങനെയാണ് നമുക്ക് ഇത്. ഞാനും പൈസയ്ക്ക് വേണ്ടിയല്ല, എനിക്ക് കൂടുതൽ താല്പര്യം കൂടുതൽ ക്വസ്റ്റ്യൻസ്. 2 റൗണ്ട് കടന്നു പോകണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ഇതിപ്പോ കൂടിപ്പോയോന്ന് എനിക്ക് തോന്നുന്നു. തമാശയായിട്ട് പറഞ്ഞതാണ്. അപ്പൊ നമുക്ക് ഈ മിഷണറി റൗണ്ടിലെ അവസാനത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് വരാം. 3ാമത്തെ റൗണ്ടിലെ 3ാമത്തെ ചോദ്യം. 30 വർഷം കൊണ്ട് 7000 ആളുകളെ നേടിയ മിഷണറി പ്രവർത്തകൻ ഇവരിൽ ആരാണ്? ഓപ്ഷൻ എ, ഹഡ്സൺ ടൈലർ. ഓപ്ഷൻ ബി, ഡേവിഡ് ലിവിങ്സ്റ്റൺ. ഓപ്ഷൻ സി, അഡോണിറാം ജഡ്സൺ. ഓപ്ഷൻ ഡി, ജോർജ് മുള്ളർ. ഇവരിൽ ആരാണ് 30 വർഷം കൊണ്ട് 7000 ആളുകളെ നേടിയ മിഷണറി? സംശയമുണ്ടെങ്കിൽ അവസാനിപ്പിക്കാൻ. തെറ്റായ ഉത്തരം പറഞ്ഞ് കഴിഞ്ഞ റൗണ്ടിലെ സേഫ് സോണിലേക്ക് 3000 രൂപയിലേക്ക് മടങ്ങിപ്പോകാൻ ഇടവരരുത്. ആലോചിക്കാം, ചിന്തിക്കാം. സമയം, ടൈമർ ശ്രദ്ധിക്കേണ്ട. സമയമെടുത്ത് ആലോചിക്കാം, തീരുമാനിക്കാം. മുപ്പത് വർഷം കൊണ്ട് 7000 ആളുകളെ നേടിയ മിഷനറി പ്രവർത്തകൻ. തെറ്റിപ്പോയ 3000ത്തിലേക്ക് മടങ്ങിപ്പോകും. അവസാനിപ്പിച്ചാൽ പൈസ പ്രശ്നമല്ല. ഓപ്ഷൻ ബി, ഡേവിഡ് ലിവിങ്സ്റ്റൺ. പ്രശ്നമല്ല. ഓപ്ഷൻ ബി, ഡേവിഡ് ലിവിങ്സ്റ്റൺ ഉറപ്പിക്കുകയാണ്. സംശയമൊന്നുമില്ല. സംശയമുണ്ട്, എന്നാലും അത് ഉറപ്പിക്കാം. ആ ധൈര്യത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. ഓപ്ഷൻ ബി, ഡേവിഡ് ലിവിങ്സ്റ്റൺ ഉത്തരം ഉറപ്പിക്കുകയാണ്. ഡേവിഡ് ലിവിങ്സ്റ്റന്റെ പ്രവർത്തന മേഖല എന്നുള്ളതിനെ കുറിച്ച് ഒരു നിശ്ചയമുണ്ടോ? ഡേവിഡ് ലിവിങ്സ്റ്റൺ ആഫ്രിക്കയിൽ മിഷണറി. ആഫ്രിക്കയിൽ 30 വർഷം കൊണ്ട് 7000 ആളുകൾ വന്നിട്ടുണ്ടോ? എന്റെ പ്രവർത്തനത്താൽ അത്രത്തോളം ആളുകൾ, എനിക്ക് തോന്നുന്നു സ്പെസിഫിക് ആയി നമ്മളൊരു കാലഘട്ടം പറഞ്ഞിട്ടുണ്ട്. 30 years, അതിനകത്തൊരു 7,000 ആളുകൾ കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. അതാരാണ് എന്ന് പരിശോധിക്കുകയാണ് ചെയ്തത്. അതോടൊപ്പം തന്നെ ഈ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുൻപ് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടുള്ള ചോദ്യത്തിന്റെ ഒടുവിലത്തെ സൂചന നിങ്ങൾക്ക് നൽകുകയാണ്. വേഗത്തിൽ കമന്റായി ഉത്തരം അറിയിക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷെ സമ്മാനം കിട്ടണമെങ്കിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഉത്തരം സമർപ്പിക്കേണ്ടതാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഉത്തരത്തിലേക്ക് നയിക്കുന്ന അവസാനത്തെ സൂചന ഇതാണ്. പ്രേക്ഷകർക്കായുള്ള ചോദ്യത്തിന്റെ 3ാം സൂചന. യേശുക്രിസ്തുവിനെ അനുഗമിക്കാൻ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു എങ്കിലും പ്രസംഗിക്കേണ്ടതിനും ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിനും അധികാരം കൊടുത്തത് ഇത്ര പേർക്ക് മാത്രമാണ്. നിങ്ങളുടെ ഉത്തരം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് സമർപ്പിക്കുക. ബൈബിൾ ബ്രെയിൻസിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ആരുമാകട്ടെ, ഏത് പ്രസ്ഥാനമോ ഏത് വിശ്വാസമോ ബൈബിൾ വായിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ മത്സരത്തിൽ ഉത്തരം നൽകാമെന്ന് ഉറപ്പുണ്ടെങ്കിൽ പങ്കെടുക്കാം. അതിനുവേണ്ടി ഈ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങളുടെ പേര്, വയസ്സ്, സ്ഥലം, നിങ്ങൾ ചേർന്ന് നിൽക്കുന്ന പ്രസ്ഥാനം അവയെല്ലാം രേഖപ്പെടുത്തി ഞങ്ങൾക്ക് അയക്കുക. നിങ്ങൾക്കും പങ്കെടുക്കാൻ ഇതാ സുവർണാവസരം. ബദേൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ആൻഡ് എഡ്യൂക്കേഷൻ ഗ്രൂപ്പ്, ബൈബിൾ ബ്രെയിൻസ്, എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 8 മണിക്ക് നിങ്ങളുടെ ഗുഡ് ന്യൂസ് ലൈവിൽ. അപ്പോൾ നമുക്ക് പരിശോധിക്കാം, മടങ്ങി പോകുവോ ഇവിടെ നിൽക്കുവോ? എന്തായാലും കുഴപ്പമില്ല. ഇപ്പൊ അറിയാം. കുഴപ്പമില്ലെന്ന് പറയുമ്പോൾ മുഖത്തൊരു സങ്കടമുണ്ട്. അത് വരുമല്ലോ. നമുക്ക് പരിശോധിക്കാം. 11ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ബി, ഡേവിഡ് ലിവിങ്സ്റ്റൺ. ഉത്തരം ശരിയാണോ? ഓപ്ഷൻ ബി, ഡേവിഡ് ലിവിങ്സ്റ്റൺ. ഉത്തരം തെറ്റിപ്പോയിരിക്കുന്നു. ബർമയിലാണ് തോന്നുന്നു അഡോണിറാം ജഡ്സൺ പ്രവർത്തിച്ചിട്ടുള്ളത്. അഡോണിറാം ജഡ്സൺ ആണ് 30 വർഷം കൊണ്ട്
7000 ആളുകളെ നേടിയ മിഷണറി പ്രവർത്തകൻ. ഇന്ന് എനിക്ക് തോന്നുന്നു നമുക്ക് 30 വർഷം കഷ്ടപ്പെട്ടിട്ട് കുറെ ആളുകളെ കളഞ്ഞതല്ല, എൻ്റെ കാര്യം കേട്ടോ, കുറെ ആളുകളെ കളഞ്ഞതല്ലാതെ ആരെയും നേടാൻ ഈ കാലം അങ്ങനെയാണ്. പഴയ ആളുകൾ പറയും ഞങ്ങൾ പ്രവർത്തിച്ചിരുന്ന കാലത്ത് ഒരുപാട് ആളുകൾ വിശ്വാസത്തിലേക്ക് വന്നു. അന്ന് ഇത്രത്തോളം സാങ്കേതിക വിദ്യകളോ കാര്യങ്ങളോ അറിവോ ഒന്നും വർദ്ധിച്ചിട്ടില്ല. മനുഷ്യന് ആവശ്യം ആശ്രയമാണ്, ദൈവത്തിങ്കിലേക്ക് ഓടി വന്നിട്ടുണ്ട്. ഇപ്പൊ കുറച്ചുകൂടി ഭൗതികമായ കാലഘട്ടമാണ്. പൗലോസ്ലീഹയൊക്കെ പലയിടങ്ങളിൽ പോകുമ്പോൾ അവർക്ക് ദൈവം കൊടുത്തിരുന്ന ഭൗതികമായ തലങ്ങളും കൂടെ സന്ദേശം കൈമാറാൻ അവർ ഉപയോഗിച്ചിരുന്നു. അവർക്ക് കിട്ടിയിരുന്ന റിസോഴ്സ് എല്ലാം ഉപയോഗിച്ചു. എനിക്ക് തോന്നുന്നു നമ്മൾ അപ്ഡേറ്റ് ആകണം, ശുശ്രൂഷയിൽ അപ്ഡേറ്റ് ആകണം. കാരണം കാലഘട്ടത്തിൽ പഴയ കാലഘട്ടമല്ലേ ഇത്, പഴയ പോലെ ഇത് എനിക്ക് തോന്നുന്നു സാമുദായിക ഏകീകരണങ്ങൾ ഉണ്ടായിരിക്കുന്ന ഒരു സമയമാണ്. എല്ലാ സമുദായങ്ങളും തന്നെ ശക്തിപ്പെട്ടിട്ടുള്ളൊരു സമയമാണ്. അപ്പം നമ്മൾ സമുദായങ്ങളെ നേടാനല്ല, സുവിശേഷം അറിയിക്കുന്നതിൽ ക്രിസ്തുവിനെ സ്വീകരിക്കോ തിരസ്കരിക്കോ അത് അവരുടെ താല്പര്യമാണ്. പക്ഷേ അവരെ സുവിശേഷം എത്തിക്കുന്നതിൽ നമ്മൾ പുതിയ മാധ്യമങ്ങൾ, പുതിയ ആശയങ്ങൾ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ഈ തമാശയ്ക്കാണെങ്കിൽ ആളുകൾ പറയുന്നുണ്ട് എല്ലാ ആഴ്ചയും കഴുതയെ കെട്ടിയിട്ട് കഴുതയെ അഴിക്കാതെ പോരുക, കഴുതയുടെ കെട്ടഴിക്കാനേ. അപ്പം ഒരു മാസമാകുമ്പോൾ ഇനിയെങ്കിലും ആ കഴുതയുടെ കെട്ടഴിക്കണം, ആഴങ്ങളിലേക്ക് ഇറങ്ങിപ്പോയാൽ സമയത്ത് കയറി വരണമെന്നൊക്കെ തമാശയ്ക്ക് പറയാറുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ പരിഷ്കരിക്കപ്പെടാത്ത ഏതായാലും ഷൈൻ ചെറിയാൻ കർത്താവിൻ്റെ ദാസൻ വളരെ മനോഹരമായിട്ട് മത്സരിച്ചു. കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഇത്രത്തോളം റൗണ്ട് കടന്നു വന്ന രണ്ടാമത്തെ മത്സരാർത്ഥിയാണ്. എല്ലാ അഭിനന്ദനങ്ങളും അർഹിക്കുന്നു. ഇനിയും അവസരങ്ങൾ ഉണ്ടാകട്ടെ, കർത്താവിൻ്റെ വേലയിൽ ശോഭിക്കട്ടെ, ദൈവം ഈ കാലഘട്ടത്തിന് ആവശ്യമായ ശുശ്രൂഷ ചെയ്യാൻ ഉപയോഗിക്കട്ടെ എന്ന് എല്ലാ ആശംസയും പ്രാർത്ഥനയും നൽകുന്നു. എന്താണ് ഒരു ചെറിയ അനുഭവം വന്ന് മത്സരിച്ചതിന്റെ? ടെൻഷൻ ഉണ്ടായിരുന്നു? എന്താ ഒരു അനുഭവം വന്നത്? ഇതുപോലെയുള്ള മത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് ഓൾറെഡി ഒരു ടെൻഷൻ ഉണ്ടാകും, തീർച്ചയായിട്ടും ഉണ്ടാകും. എന്നാൽ കൂടുതൽ ഒന്നുകൂടെ ഇതുപോലുള്ള മത്സരങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ഒന്നുകൂടെ ബൈബിൾ ഇതുപോലെ തന്നെ മിഷണറിമാരെ കുറിച്ച് ഒന്നുകൂടെ പഠിക്കുക. അപ്പോൾ അത് ജീവിതത്തിൽ നല്ലൊരു അനുഭവമാണ്. ഇതിലൂടെ എനിക്കുണ്ടായെന്ന് പറഞ്ഞാൽ മിഷണറിമാരെ പറ്റി കൂടുതലായിട്ട് ഇതുപോലെ പഠിച്ചപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ വന്നു. ഇതിനു വേണ്ടിയ മത്സരത്തിന് വേണ്ടിയല്ല, എൻ്റെ ജീവിതത്തിൽ ശുശ്രൂഷയിൽ മാറ്റം വരുത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന മേഖലകൾ കണ്ടെത്തുവാൻ അതൊരു വലിയ കാര്യമാണ്. ഈ ബൈബിൾ ക്വിസ് മുഖേനയാണ് അങ്ങനെ ഒരു അവസരം ഉണ്ടായത്. നല്ല താല്പര്യത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷയിൽ കുടുംബമായി ഉപയോഗിക്കട്ടെ. അതൊക്കെ പ്രാവർത്തികമാകാൻ പ്രാർത്ഥിക്കണം എല്ലാവരും എന്നാണ് എൻ്റെ ഒരു അപേക്ഷയുള്ളത്. ഉറപ്പായിട്ടും നമ്മുടെ പ്രേക്ഷകരുടെ എല്ലാവരുടെയും പ്രാർത്ഥന ശുശ്രൂഷയോട് ഒപ്പമുണ്ടാകും. എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. നമുക്ക് ഇനി വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ കാണാം. അതുകൊണ്ട് ഇന്നത്തേക്ക് നിങ്ങളോട് എല്ലാവരോടും ഗുഡ് ബൈ പറയുന്നു. മറ്റൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ. At Bethel Medical Mission Hospital, every surgery is more than medicine. It's a mission of healing led by faith and expertise. ആരോഗ്യമേഖലയിൽ ഒരു മികച്ച കരിയറാണോ നിങ്ങളുടെ ലക്ഷ്യം? പഠിക്കുവാൻ ആഗ്രഹിച്ചിട്ടും നിങ്ങൾക്ക് സാധിക്കുന്നില്ലേ? എങ്കിലിതാ നിങ്ങളെ സഹായിക്കുവാൻ ബദേൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ആൻഡ് ഹോസ്പിറ്റൽ എഡ്യൂക്കേഷണൽ ഗ്രൂപ്പ് നിങ്ങൾക്കൊപ്പം. ബദേൽ മെഡിക്കൽ മിഷൻ നിങ്ങൾക്കായി ഒരുക്കുന്ന കോഴ്സുകൾ: ഫിസിയോതെറാപ്പി ഡോക്ടർ കോഴ്സ്, BSc ഇൻ നഴ്സിംഗ്, MSc ഇൻ നഴ്സിംഗ്, PBBSc, GNM, BSc OTT അനസ്തേഷ്യ +1, അതുപോലെ ഡിഗ്രി കോഴ്സുകൾ BBA, BCom, BCA എന്നിവയാണ്. ഒരു അധ്യയന വർഷം നഷ്ടപ്പെടാതിരിക്കാനുള്ള ഈ സുവർണ അവസരം നിങ്ങൾ പാഴാക്കാതെ നിങ്ങളുടെ ലക്ഷ്യം നേടൂ. അതിനായി നിങ്ങൾ താഴെ പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക: 8861517777. വിവാഹം അത് മാന്യവും വിശുദ്ധവുമാണ്, ദൈവവുമായുള്ള ഉടമ്പടിയും. തക്ക തുണ ദൈവം തരുന്ന സമ്മാനം. അത് ഗുഡ് ന്യൂസിലൂടെ ആവട്ടെ. ഓൺലൈൻ ഗുഡ് ന്യൂസ് മാട്രിമോണി. ബന്ധപ്പെടുക 9447372726 9400520909. ഗുഡ് ന്യൂസ് പെന്തക്കോസ്തിൻ്റെ മുഖശോഭ. ഇന്നത്തെ ഗുഡ് ന്യൂസ്, നാളത്തെ ചരിത്രം. ഓരോ ആഴ്ചയിലും ഗുഡ് ന്യൂസ് വാരിക, ഓരോ മിനിറ്റിലും ഓൺലൈൻ ഗുഡ് ന്യൂസ്, ഓരോ കാഴ്ചയിലും ഗുഡ് ന്യൂസ് ലൈവ്. വായിക്കുക, കേൾക്കുക, കാണുക. പെന്തക്കോസ്തിൻ്റെ ചരിത്രം വിരൽ തുമ്പിൽ.